ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സാന്റോസിന് ഈ പുതിയ സീസണിൽ കഷ്ടകാലമാണ്. പറയാൻ കാരണം പൗളിസ്റ്റ എവണിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ സാന്റോസിന് കഴിഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം ആകെ 5 മത്സരങ്ങളാണ് സാന്റോസ് കളിച്ചത്. അതിൽ ഒരൊറ്റ വിജയം പോലും പിന്നീട് നേടാൻ അവർക്ക് സാധിച്ചില്ല. 3 സമനിലകൾ വഴങ്ങി, 2 തോൽവികളും അവർക്ക് വഴങ്ങേണ്ടി വന്നു. ബ്രസീലിയൻ ലീഗിലെ ആദ്യ മത്സരത്തിൽ ചപ്പക്കോയൻസി എന്ന ടീമിനോട് 2-നെതിരെ 4 ഗോളുകളുടെ ഒരു തോൽവിയാണ് സാന്റോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും കാത്തിരിക്കുന്നത് നെയ്മർ ജൂനിയറുടെ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാണ്. നെയ്മറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ശുഭവാർത്ത ഇന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ ഗ്രൂപ്പ് ട്രെയിനിങ് നെയ്മർ ജൂനിയർ ആരംഭിച്ചിട്ടുണ്ട്. തൻ്റെ സഹതാരങ്ങളോടൊപ്പം നെയ്മർ ജൂനിയർ ഇന്നലെ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 1-ാം തീയതി പുലർച്ചെ പൗളിസ്റ്റ എവണിൽ കരുത്തരായ സാവോ പോളോക്കെതിരെ ഒരു മത്സരം ഇപ്പോൾ സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുമോ എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. സാന്റോസിന്റെ പരിശീലകനായ വോയ്വോദയോട് ഇതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ നെയ്മറുടെ കാര്യത്തിൽ കുറച്ചുകൂടി കാത്തിരിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്നാണ് വോയ്വോദ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഈ പരിശീലകൻ സ്ഥിരീകരണം ഒന്നും നൽകിയിട്ടില്ല. പക്ഷെ കുറച്ചുകൂടി കാത്തിരിക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ അടുത്ത മത്സരത്തിൽ നെയ്മർ കളിക്കാൻ സാധ്യത കുറവാണ് എന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം ഫെബ്രുവരി 5-ാം തീയതി സാവോ പോളോക്കെതിരെ ബ്രസീലിയൻ ലീഗിൽ മറ്റൊരു മത്സരം സാന്റോസ് കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നാണ് പൊതുവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. നെയ്മർ ജൂനിയർ ഗ്രൂപ്പിനോടൊപ്പം ട്രെയിനിങ് നടത്തി എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷെ ധൃതി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തെ കളിക്കളത്തിലേക്ക് കൊണ്ടുവരാൻ സാന്റോസ് ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ നെയ്മർ ജൂനിയർ വന്നാൽ മാത്രമാണ് സാന്റോസിന് ഒരു ഉണർവ് ലഭിക്കുകയുള്ളൂ. കാരണം അവരുടെ പ്രകടനം ഇപ്പോൾ മോശമാണ്. ഏതായാലും 1-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ നെയ്മർ കളിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം 5-ാം തീയതി നടക്കുന്ന മത്സരത്തിൽ നെയ്മർ ജൂനിയറെ കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.